ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണ്. അപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ മറ്റു ഫുഡ് എന്തൊക്കെയാണ്. അപ്പോൾ ഇത് ലഞ്ച് ടൈമിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് വെക്കാനും എല്ലാം നല്ലൊരു ഫുഡാണിത്. അപ്പോൾ നമുക്ക് ഏതായാലും ആ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ എനിക്ക് കുറേ റിക്വസ്റ്റ് വീഡിയോസ് വന്നിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാവരും പല വീഡിയോസിന് താഴെയായിട്ടാണ് ഇന്ന വീഡിയോസൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ നേരത്തെ 1000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തും പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയ്ക്ക് താഴെയായിട്ട് ഏത് വീഡിയോ ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുക്കുകയാണെങ്കിൽ അതെനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ ആരും പറഞ്ഞിട്ടുള്ള വീഡിയോസ് മിസ്സാവൂല. അപ്പോൾ പല വീഡിയോസിന് താഴെ കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള വീഡിയോസ് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം ആ ഒരു വീഡിയോയ്ക്ക് താഴെയായിട്ട് നിങ്ങൾ ചെയ്യേണ്ട വീഡിയോസ് ഏതാന്നുള്ളത് കൊടുക്കുക. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ വീഡിയോസ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ പോണേ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട വീഡിയോ ഏതാന്നുള്ളത് നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ആ വീഡിയോയ്ക്ക് താഴെ ഇടുക. അപ്പോൾ നമുക്ക് ഏതായാലും ഈ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് ചെറുപയർ പരിപ്പാണ്. നിങ്ങൾക്കറിയാം, ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ചെറുപയർ പരിപ്പ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ഒരു 2 മണിക്കൂർ കുതിർത്തിടുക. ഇതൊരു 2 സ്പൂൺ ചെറുപയർ പരിപ്പുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇത് ഒരു 2 സ്പൂൺ തേങ്ങ എടുക്കുക. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഞെവിടി പിഴിഞ്ഞ് അതിൻ്റെ പാലെടുക്കുക. ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ്. അടുത്തത് ഉരുളക്കിഴങ്ങാണ്. ഇതിപ്പോൾ ഞാൻ ഇത്രയും കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും. ചെറുതാണെങ്കിൽ അത് ഫുൾ എടുക്കാം. നന്നായിട്ട് പീൽ ചെയ്ത് വാഷ് ചെയ്തിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഈ 3 ഇൻഗ്രീഡിയൻസും ഒരുപാട് ഹെൽത്തിയാണ്, കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് വെക്കാൻ സഹായിക്കുന്നതുമാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ റൈസ്. ഇതിപ്പോൾ നമ്മൾ കഴിക്കുന്ന ആ ഒരു ചോറിൻ്റെ വേവാണിതിന്. ഇത് നമ്മൾ ഒന്നുകൂടെ വേവിക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു തവി ചോറും ബാക്കി കഞ്ഞിവെള്ളം എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് വീണ്ടും വേവിച്ചെടുക്കുന്നത്. എക്സ്ട്രാ വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ആദ്യം ഈ ചോറും കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പരിപ്പ് ഇത്രയും ഇട്ടിട്ട് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ആദ്യം ഒന്ന് തിള വരണം. അപ്പോൾ തിള വന്നതിന് ശേഷമാണ് നമ്മളിത് മൂടി വെച്ച് വിസിൽ കേൾപ്പിക്കേണ്ടത്. അപ്പോൾ തിള ഒന്ന് വരട്ടെ. അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഒരു 6 വിസിൽ മീഡിയം ഫ്ലെയിമിലിടുക. 6 വിസിൽ കേട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വെജിറ്റബിൾസ് മാറി മാറി ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും പരിപ്പുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോ ദിവസവും ഇത് മാറി മാറി ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് അതുപോലെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും എടുക്കാം. അതുപോലെ മത്തങ്ങയും ക്യാരറ്റും കൂടെ ചേർത്തിട്ടെടുക്കാം. അങ്ങനെ വെജിറ്റബിൾസും അതുപോലെ തന്നെ ധാന്യങ്ങളും കടല ഉപയോഗിക്കാം. നമ്മുടെ പച്ച പയർ ഉപയോഗിക്കാം. അങ്ങനെയുള്ള കുറേ വെജിറ്റബിൾസ് ഇങ്ങനെ മാറി മാറി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതെല്ലാം അവർക്ക് കിട്ടുകയും ചെയ്യും, അവരത് കഴിക്കുകയും ചെയ്തോളും. ഒരിക്കലും മിക്സിയിലടിച്ച് കുഞ്ഞുങ്ങൾക്ക് ചോറോ ഒന്നും ഇതുപോലെ സോളിഡായിട്ട് കഴിക്കേണ്ട സാധനങ്ങളൊന്നും തന്നെ മിക്സിയിലടിച്ച് കൊടുക്കാൻ പാടില്ല. അപ്പോൾ പല്ല് വരാത്ത കുഞ്ഞുങ്ങളാണ്, പൊടി കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഇത് ഉടച്ചു കൊടുക്കാം. ഒരിക്കലും മിക്സിയിലടിച്ച് കൊടുക്കാൻ പാടില്ല. ഇതിപ്പോൾ തിള വന്നിട്ടുണ്ട്. ഞാനിത് വിസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 6 വിസിലൊന്ന് കേൾക്കട്ടെ. അതിനുശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ 6 വിസിൽ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ചോറും ഉരുളക്കിഴങ്ങും ആ പരിപ്പും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ഒരു തവിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ പലഹാരമൊക്കെ എണ്ണയിലിട്ട് വറുത്ത് പോരില്ലേ, അതുപോലത്തെ ഒരു തവിയാണിത്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇത് ഉടച്ചെടുക്കുന്നത്. കണ്ടോ, ഇപ്പം എൻ്റെ ഒരു കയ്യിൽ ക്യാമറയാണ്. അത് കാരണം ഇത് ഉടയ്ക്കാനായിട്ട് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. ഞാൻ കണ്ടോ, ഇതുപോലെ ഉടച്ചെടുത്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. അല്ലാതെ മിക്സിയിലടിച്ചൊന്നും ആരും കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവർ ഇതുപോലെ തൊണ്ടയിൽ എന്തെങ്കിലും തരി പോലുള്ള ആഹാര സാധനങ്ങൾ തട്ടിക്കഴിഞ്ഞാൽ അവരപ്പം ഒമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് കാരണം ഇങ്ങനെ തന്നെ കൊടുത്ത് ശീലിപ്പിക്കുക. ഒരുപാട് പേസ്റ്റാക്കി അടിച്ച് കൊടുത്ത്, പ്രത്യേകിച്ച് ചോറ് അതുപോലെ സാധനങ്ങളൊക്കെ കൊടുത്ത് ശീലിപ്പിക്കാൻ പാടില്ല.
അപ്പോൾ നമ്മൾ ചോറൊക്കെ ഇങ്ങനെ ഉടച്ച് തന്നെ കൊടുക്കുക. അപ്പം ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത വീഡിയോയിൽ കുറച്ച് ഭാഗം മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നീട് ചെയ്ത ഒരു വീഡിയോ ആണിത്. പിന്നീട് ഷൂട്ട് ചെയ്തതാണ്. അപ്പം ഇതിൽ ഞാൻ ക്യാരറ്റും ടൊമാറ്റോ ആണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്യണം. അപ്പം ഈ ഒരു ഭാഗമാണ് ഞാൻ മറ്റേ ആ വീഡിയോയിൽ മിസ്സായി പോയിട്ടത്. സോറി, അത് റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കണ്ടല്ലേ? ഇതിനകത്ത് ഈ റെസിപ്പിയിൽ ഞാൻ എക്സ്ട്രാ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കുരുമുളകും കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും, വറുത്ത് പൊടിച്ച ജീരകം, അതിൽ ഒരു 1/4 സ്പൂൺ അത്രയും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ മറ്റേ ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ആ വീഡിയോയിൽ കുറച്ച് ഭാഗം മിസ്സായി പോയത് കൊണ്ടാണ് ഞാൻ വീണ്ടും അഗെയിൻ ഒരു റെസിപ്പി കൂടെ ചെയ്തത്. അപ്പോൾ അതിൽ ആ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നതുമായിട്ടായിരുന്നു ആ വീഡിയോ. അപ്പോൾ അത് മിസ്സായി പോയി. അത് ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യണം. കണ്ടോ? കുറച്ച് മതി. ഇത്ര നെയ്യ് കൂടെ ആഡ് ചെയ്യാം. ലാസ്റ്റ് കുറച്ച് ഉപ്പും കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.